നല്ല മഴക്കാറാണല്ലോ. ചെറിയ മഴ പെയ്യുന്നുണ്ടല്ലേ, തുള്ളി തുള്ളിയായിട്ട്. ആൾമാറാട്ട പ്രതി അറസ്റ്റ് വാറന്റും കൊണ്ട് കടന്നു കളഞ്ഞു. അതുകൊള്ളല്ല. പത്തനംതിട്ട കോന്നി ആൾമാറാട്ട കേസിൽ മാസങ്ങളായി പോലീസ് തിരയുന്ന പ്രതി പോലീസിന്റെ പക്കൽ നിന്നും അറസ്റ്റ് വാറന്റും വാങ്ങി കടന്നു കളഞ്ഞു. കൊള്ളാം. ഇനി പോലീസുകാരൻ ആ പ്രതിയെ കണ്ടുപിടിച്ച് അവൻ്റെ വാറന്റ് വാങ്ങിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. എന്തൊക്കെ കഷ്ടപ്പാട്. പത്രം തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. വെട്ടിക്കൊലയും പിടിച്ചു പറിയും കള്ളനോട്ടടിയും മയക്കുമരുന്നും ഇതൊക്കെ തന്നെ. എന്തടി ഇടത്തെ കൈ കൊണ്ടൊക്കെ തൂക്കുന്നേ? എനിക്ക് വലുതായി ഒന്നും ഉപയോഗിക്കാൻ വയ്യ. ഈ തോള് ഇവിടെ, ഈ കാല് 3 ദിവസമായിട്ട് ഭയങ്കര വേദന. 3 ജോയിന്റിനും നീരും ഉണ്ട്. വേദനയെ? വേദന വരെ നീ ഇന്നലെ വല്ല ഭാരമുള്ള സാധനം എടുത്തുവല്ലോ പൊക്കിയാ? ഒരു ഭാരമുള്ള സാധനം എടുത്തു. പക്ഷെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ്. ഞാൻ ചെറിയ വേദന തുടങ്ങിയപ്പം വലിയ മൈൻഡ് ആക്കിയില്ല. ഇന്നിപ്പോ രക്ഷയില്ല. എനിക്ക് വലുത് കൈ എടുക്കാൻ പറ്റണില്ല. ഇവിടെയൊക്കെ കൊളുത്തി പിടിക്കണം. എന്റെ മണിക്കുട്ടി, നിനക്ക് വയ്യെങ്കിൽ പിന്നെ നീ ഇത് ചെയ്യണോ? കുഞ്ഞിക്കണം. നീ ആ പിങ്കിയെ വിളിച്ചേപ്പീര്. അവക്കും വയ്യ. അവക്കും തൊണ്ടവേദനയും പനിച്ചായ എന്ന് പറഞ്ഞ് കിടക്കണം. എല്ലാം കൊള്ളാം. കേട്ടിട്ട് ഇവിടെ എല്ലാവർക്കും സുഖമില്ല, വയ്യായിക തന്നെ. നിങ്ങൾക്ക് വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് മാനസികമായിട്ട് അല്പം വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് പണ്ടേ ഉള്ളതാ മാനസിക രോഗം. മാനസിക രോഗമല്ല, കുറച്ച് ടെൻഷൻ വന്നപ്പോ എന്താന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, കുറച്ച് മരുന്ന് മേടിച്ചോണ്ട് വരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ഈ പെയിന് ജോയിന്റിൽ അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അത് വേണം. അവക്ക് അതേപോലെ ആ പനിക്കുള്ള ഒരു ജലദോഷത്തിന്റെ മരുന്ന് മേടിച്ചോണ്ട് വരണം. മണിക്കൂറിനെ വിളിച്ചോണ്ട് പോ. ആ ബെസ്റ്റ്. മണിക്കൂർ ചേട്ടന് മേലുവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കണം. എന്താ ആർക്കും വയ്യ ഇവിടെ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓരോ അസുഖങ്ങളുണ്ട്. എന്തൊന്നും ചെയ്യാണെന്ന് നോക്കണേ. കഷ്ടകാലം. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് വരാം. ആ പോയി. ഞാൻ മഞ്ഞുണ്ട്. എന്റെ ഭഗവാനെ, ജസ്റ്റ് മിസ്. ഒരു 2 സെക്കൻഡും കൂടെ ഞാൻ ഇരുന്നെങ്കിൽ തലനാര കഴിക്കാണ് രക്ഷപ്പെട്ടേക്കുന്നത്. തെങ്ങ് ചതിക്കൂല എന്നൊക്കെ പറയും പണ്ട്. ഭഗവാനെ. ഒരു ചുമ. അയ്യോ അമ്മ, അയ്യോ എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റില്ല അമ്മ. അതെങ്ങനെ ഉറങ്ങുന്നത്? രാത്രി മൊത്തം മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. അതല്ല, എനിക്ക് ഈ ചുമച്ച് ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. ഇതേ, എനിക്ക് ശരീരമാസകലം നല്ല വേദനയുണ്ട്. ആണോ? ഈ കൈ തന്നെ, ഈ ഇടത്തെ കൈതാ ഇങ്ങനെ പൊക്കുമ്പോ ഭയങ്കര വേദന. അങ്ങനെ പൊക്കുമ്പോ വേദനയാണെങ്കിൽ ആ കൈ വെച്ച് മര്യാദയ്ക്ക് എന്തിനാ അങ്ങനെ പൊക്കാൻ പോണേ? എന്ന് വെച്ച് കൈ വെക്കണ്ടായി. എനിക്ക് ഈ കുഴമ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് കുളിക്കണം. വീട്ടും പോയിട്ട് എത്ര നേരമായി? എവിടെ പോയി കിടക്കണ? എടി, നീ അങ്ങേരടുത്തേ കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞില്ല. പിന്നെ അതിന് വേദനയ്ക്ക് അടിക്കുന്ന ആ സ്പ്രേ ഉണ്ടല്ലോ, ബാമിന് പകരം ഉള്ളത്. അത് വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു, തലവേദനയുടെയും പനിയുടെയും ഒക്കെ. സ്പ്രേ അപ്പൊ എനിക്കും അടിക്കാമല്ലോ. എനിക്കും വയ്യ. ഞാൻ ഇന്ന് മുറ്റം അടിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് എനിക്ക് പറ്റണില്ല. ഞാൻ വലത് കഴിച്ച് എടുക്കാൻ നോക്കുന്നു. ഇവിടെ വേദന, കാലിന്റെ അറ്റം വേദന. അപ്പൊ ഞാൻ ഇടത് കൈകൊണ്ട് ചെയ്യാം, നീങ്ങണില്ല. പിന്നെ ഞാൻ ഉപേക്ഷിച്ചത്. എനിക്കും അതുപോലെ അടി, ശരീരം മൊത്തത്തിൽ വേദന. ഈ ഇടത്തെ കൈക്കാണെങ്കിൽ ഭയങ്കര വേദന. ഇതെന്തുവാ ഇത്? എല്ലാവർക്കും അസുഖം. കഷ്ടപ്പാട് വരുമ്പോ എല്ലാവർക്കും ഒരുമിച്ചാണല്ലോ അമ്മ പറഞ്ഞേ. ഇത് കഷ്ടപ്പാടല്ലടി, ഇത് കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ദൈവമേ. അതെ, വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു. ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ പോയത്. സിമ്മിലാണ് വെച്ചത്. ഇപ്പൊ ചൂടായി കാണും. ആണോ? ചേട്ടാ, എനിക്ക് വെള്ളം എടുക്കാൻ വരാം. വെയിറ്റ് എടുക്കാൻ പറ്റൂല. ഒന്ന് പോയി നോക്കോ? നീ എടുക്കൊന്നും വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. നിങ്ങൾ ഈ സ്നേഹം കാണുമ്പോഴേ എനിക്കൊരു ചേട്ടൻ വേണമെന്നൊക്കെ എനിക്ക് തോന്നും. ഞാനൊരു കാര്യം പറയട്ടാ, ഇതൊക്കെ ഇപ്പഴല്ലേ. ഞങ്ങളുടെ രണ്ടുപേരും ചെറുപ്പകാലത്ത് എന്തായിരുന്ന അവസ്ഥ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അറിയാലോ കുറച്ചൊക്കെ. അടിയല്ലായിരുന്നു. ഡെയിലി തമ്മി കണ്ടു കഴിഞ്ഞാൽ അപ്പ അടിയായിരുന്നു. അടി മൊത്തം എനിക്കാവുള്ളൂ. ഞാൻ തിരിച്ചൊന്നും കൊടുക്കത്തില്ല. പാര വയ്ക്കത്തേ ഉള്ളൂ. പക്ഷെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാ എന്റെ മുന്നിൽ ആള് സ്ട്രോങ് ആയിട്ട് ഒന്ന് നിൽക്കും കേട്ടോ. എന്തിന്? എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതെ, ഞാനെന്നാല് അത്തോട്ട് നീ ആ വെള്ളം തിളച്ചാണ് ഇപ്പം. നോക്കൂ, എടുക്കോ. കാലിനൊക്കെ വേദനയാടി. അയ്യോ, നല്ല ചൂടായി കാണും. ഞാൻ പറഞ്ഞല്ലേ.
വലിക്കുന്നുണ്ടോ എന്നിട്ട് കാലുകൂടി വീണോ? എന്തോ ചേട്ടാ ഇത്? കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. കാലിന്റെ പുറത്തൂടെ വീണിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്തോ അമ്മ എന്തോ ആലോചിക്കുന്നേ? പെങ്ങളെ, ആ ഈ വീട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അനർത്ഥങ്ങൾ. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്കിപ്പം വയ്യാലോ, യോക്കും ചുമ, എനിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ വേദന, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ? അത് മാത്രമല്ല, രവിയേട്ടനെ ഞാനിവിടെ അവിടെ പുറത്തേക്കായിരുന്നു. ഞാൻ തൂത്തുവാരിക്കൊണ്ടിരിക്കുമ്പോ അച്ഛൻ അവിടെ സൈഡിൽ ഇരിക്കായിരുന്നേ. രവിയേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ചതും അവിടെ തേങ്ങ വന്നങ്ങ് വീണു. കഷ്ടി മിസ്സായി പോയതാ. എനിക്ക് തലയിൽ തന്നെ വീണേ. ദൈവമേ, ഇപ്പൊ മാമന്റെ കാലിൽ കത്തി വീഴാൻ പോയല്ലേ? അതെ, ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള പോലെ ചേട്ടനും തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ വല്ല ശക്തി ഉണ്ടായിരിക്കോ? വേറെ വല്ല ശക്തിയാ? വേറെ വല്ല എനിക്കൊരു സംശയം. എന്താ എന്താ സംഭവം എന്നറിയോ? ആ കുഞ്ചറിയ വന്നില്ലേ, അങ്ങേര് വല്ല പണി ഒപ്പിച്ചതാണെങ്കിലാ? അതാരാ കുഞ്ചറിയ? അത് മാമ നമ്മുടെ അപ്പൂന്റെ ഒരു ഫ്രണ്ട്. ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളും, നമുക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ അപ്പു പറഞ്ഞു അങ്ങേർക്ക് കൂടെ അത്ര പേടിയാന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, മുട്ടയില് പടമൊക്കെ വരച്ചിട്ട് ബാനകത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ അതും കണ്ട് ഓടിക്കളഞ്ഞു. അങ്ങേര് ഓടി. ഇനി അതിന് പകരമായിട്ട് അങ്ങേര് നമുക്കെതിരെ വല്ലതും ചെയ്തതാണെങ്കിലോ? ഈ ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യനെ കൊന്ന് കറി വെച്ച് കഴിക്കുന്ന കാലമാണ്. പറയാൻ പറ്റുമോ? അന്ധവിശ്വാസികളാണ് ചുറ്റും. ദൈവമേ, ഒന്ന് പേടിപ്പിക്കാൻ ഉണ്ടായിരിക്കാവോ? അതെ, കൂടോത്രം എന്ന് പറഞ്ഞാലേ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് പോ മാമ, വെറുതെ. ഈ ലോകത്ത് നമുക്കറിയാൻ മേത്ത കാര്യങ്ങള് ഇല്ല എന്ന് വിചാരിക്കരുത്. അതാണ്. ഇത് വല്ലതും കൊണ്ടൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യനെ വിളിച്ചിട്ട് സമയം ഒന്ന് നോക്കിച്ചാലോ? ചേട്ടന്റെ പരിചയത്തിൽ വല്ല നല്ല ജ്യോത്സ്യന്മാരും ഉണ്ടോ? പരിചയത്തിൽ 2-3 ജ്യോത്സ്യന്മാരുണ്ട്. പക്ഷെ അത് പോരാ, പിന്നെ നല്ല സ്ട്രോങ് ഒരു ജ്യോത്സ്യം. അങ്ങനെ ആരെങ്കിലും അറിയോ? അത് നമുക്ക് അന്വേഷിക്കാം. അളിയനൂടെ വരട്ടെ. അളിയനൂടെ വന്നിട്ട് ശബ്ദമല്ലോ. അളിയന് ശബ്ദമല്ലേ?